ഓക്കെ, വെൽക്കം ടു ശരത് ക്ലാസ്സസ്. അപ്പം നമ്മളിന്ന് ഈ ഒരു ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ലെക്ചർ സീരീസിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ ഇലക്ട്രോണിക്സ്. വളരെ ഫെമിലിയറായിട്ട് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഫെമിലിയറായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സെക്ഷനാണ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് ഇന്ന് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിനുള്ളത്. അപ്പം ആദ്യം നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കുമ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് യു മീൻ ബൈ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കണ്ടക്ഷൻ ഓഫ് ദ ചാർജ് കാരിയേഴ്സ് ത്രൂ വാക്വം, ഗ്യാസ് ഓർ സെമി കണ്ടക്ടർ. ഇതാണ് ശരിക്കും അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം. ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രധാനമായിട്ട് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പം അതിൽ ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോയിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഹൗ ഇറ്റ് ഹാപ്പൻസ്. അപ്പം ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് കൺസേൺ ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ യൂട്ടിലൈസേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ഹൗ ദേ അപ്ലിക്കബിൾ ഇൻ അവർ ഡേ ടു ഡേ ആസ് വെൽ ആസ് ദ കമേഴ്സ്യൽ അപ്ലയൻസസ്. ഇതാണ് ബേസിക്കലി ഇലക്ട്രോണിക്സ്. അപ്പം ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ യൂട്ടിലൈസേഷൻ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പം ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പം ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസിന് എന്തൊക്കെ ഫങ്ഷൻസാണ് പ്രധാനമായിട്ടുള്ളത് നോക്കാം. അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഫങ്ഷൻസിന് പ്രധാനമായിട്ട് നമ്മൾ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ കൺവേർഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ടു ദി ഡയറക്റ്റ് കറൻറ്റ്. ഓക്കെ, അതാണ് റെക്ടിഫിക്കേഷൻ. രണ്ടാമത്തെ കാറ്റഗറി ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ മീൻസ് ടു ഇൻക്രീസിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ. ഓക്കെ, അതാണ് ആംപ്ലിഫിക്കേഷൻ. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആംപ്ലിഫയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഡീപ്പായിട്ട് അടുത്ത അനലോഗ് ഇലക്ട്രോണിക്സിൽ പഠിക്കാൻ പറ്റും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൺട്രോളാണ്. നമ്മൾ ഡിഫറെൻറ്റ് ഡിവൈസസിനെ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സ്പീഡ് കൺട്രോൾ ഓഫ് ദി മോട്ടോർ, അല്ലെങ്കിൽ ടു കൺട്രോളിങ് ദ ടെമ്പറേച്ചർ ഓഫ് റെഫ്രിജറേറ്റർ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എ സിയുടെ കൂളിംഗ് കൺട്രോൾ ചെയ്യുന്നു. അപ്പം ഈ കൺട്രോളിങ് ആപ്ലിക്കേഷൻസിലും കൂടി ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ചില സിഗ്നലുകളുടെ ജനറേഷൻ മീൻസ് വൺ ഫോം ടു അനദർ. നമ്മളിതിനെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. എനർജിയുടെ ഒരു ഫോം ടു അനദർ ഫോം ഓഫ് കൺവേർഷൻ. ഇത് വരുന്ന ഒരു കാറ്റഗറി, അതാണ് ജനറേഷൻ. ഇപ്പം മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻ ടേംസ് ഓഫ് ദി ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ടേംസ് പറഞ്ഞാൽ ഡി സി ടു എ സി ഓർ എ സി ടു ഡി സി എക്സെട്ര. അപ്പോൾ ഇവിടെ ശരിക്കും ഉണ്ടാകുന്ന എന്താ, ഒരു തരം ജനറേഷനാണ് ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ, എന്നുവെച്ചാൽ ഒരു തരം ട്രാൻസ്ഡക്ഷൻ ആക്ഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നർത്ഥം. ഇനി നാലാമത്തതാണ് ദ കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി അല്ലേ. ഇപ്പം നമ്മുടെ ഫോട്ടോ ഡയോഡ്സ്, അല്ലെങ്കിൽ ഫോട്ടോ ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഡിവൈസസ്, അവിടെയൊക്കെ സംഭവിക്കുന്ന കൺവേർഷൻ എന്താ, ലൈറ്റ് എനർജിയെ കറസ്പോണ്ടിങ് ആയി ഇലക്ട്രിക്കൽ എനർജി ആക്കും. ഈ ഒരു ഫിനോമിന പറയുന്ന ടേമാണ് ഫോട്ടോ ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു ദ ഇൻട്രൊഡക്ഷൻ ടു ദി ഇലക്ട്രോണിക്സ്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അതിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കമ്പോണൻസ് നമുക്ക് ആവശ്യമാണ് അല്ലേ. അത് ചിലപ്പം ആക്റ്റീവായിരിക്കാം, അല്ലെങ്കിൽ പാസീവായിരിക്കാം, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻസിനനുസരിച്ച് അതിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് കമ്പോണൻസിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഒന്ന് ആക്റ്റീവും മറ്റൊന്ന് പാസീവും. എന്താണ് ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം?
ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഒരു സെൽഫ് ജനറേറ്റിംഗ് ആയിരിക്കും. അതായത് ഒരു സിഗ്നലിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുക. അതായത് എക്സ്റ്റേണലായിട്ട് ഒരു പവറോ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഒരു സിഗ്നലോ അതിനാവശ്യമില്ല. അത്തരം കമ്പോണൻസാണ് ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ആക്റ്റീവ് കമ്പോണൻസിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ട്യൂബ് ഡിവൈസസ്, ഈ ട്രയോഡ് എന്നൊക്കെ പറയുന്നവരുള്ള ചില ട്യൂബ് ഡിവൈസസ് ഉണ്ട്. ഈ ട്യൂബ് ഡിവൈസസും സെമി കണ്ടക്ടർ ഡിവൈസസും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിന് എക്സ്റ്റേണലായിട്ട് ഒരു സിഗ്നൽ ആവശ്യമില്ല, അവർ സെൽഫായിട്ട് ചെയ്തോളും. അതേ സമയത്ത് മറ്റ് ചില കമ്പോണൻസ് ഉണ്ട്, അതിന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഉള്ള സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനോ ഒരു എക്സ്റ്റേണലായിട്ടൊരു സിഗ്നൽ അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു സപ്ലൈ വേണം. അതിന് എന്നുവെച്ചാൽ ഒരു ഫോഴ്സിങ് ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കമ്പോണൻസാണ് പാസീവ് കമ്പോണൻസ്. അപ്പം ഏതൊരു നെറ്റ്വർക്കിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും, ആക്റ്റീവും പാസീവും. പക്ഷേ പാസീവിന് ഒരു എക്സ്റ്റേണലായിട്ട് ഒരു വോൾട്ടേജോ അല്ലെങ്കിൽ ഒരു കറണ്ടോ ആവശ്യമായിരിക്കും. അപ്പം ഈ പാസീവ് കമ്പോണൻസിൽ പ്രധാനമായിട്ട് വരുന്നത് 3 കമ്പോണൻസാണ്. അതിൽ ഫസ്റ്റ് വൺ റെസിസ്റ്റർ, സെക്കൻഡ് ഈസ് ദ കപ്പാസിറ്റർ, തേർഡ് വൺ ഈസ് ഇൻഡക്ടർ. ഓക്കെ, അതിന് എക്സ്റ്റേണലായിട്ട്. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളിപ്പം പാസീവ് കമ്പോണൻസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാസീവ് കമ്പോണൻസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ സം ഓഫ് ദി കമ്പോണൻസ് ചിലത് മാത്രം എനർജി സ്റ്റോർ ചെയ്യുക, മറ്റ് ചിലത് എനർജി ഡെസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം എനർജി സ്റ്റോറിങ്ങിൻ്റെയും അതേപോലെ എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെയും ബേസിൽ നമ്മൾ ഈ പാസീവ് കമ്പോണൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. അതിൽ കപ്പാസിറ്ററും ഇൻഡക്ടറും എനർജി സ്റ്റോറിങ് ടൈപ്പ് ആണെങ്കിൽ റെസിസ്റ്റർ പ്രധാനമായിട്ട് ചെയ്യുന്നത് എനർജി ഡെസിപ്പേഷൻ എന്നതിനേക്കാളും ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റോർ ചെയ്യും, മറ്റൊന്ന് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യും. നമുക്കത് ഡീപ്പായിട്ട് പോവാം. അതിൽ ദ ഫസ്റ്റ് കമ്പോണൻ്റ് ഈസ് റെസിസ്റ്റർ. നമ്മളെല്ലാവരും വളരെ ഫെമിലിയറാണ് ഈ ടേം റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം, ആ ടേം കേൾക്കുമ്പോൾ തന്നെ അറിയാം, ടു റെസിസ്റ്റ് സംതിങ്, എന്തോ ഒന്നിനെ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കറൻറ്റ് ക്യാരിങ് വയറാണെന്ന് വിചാരിക്കുക. ഒരു കറൻറ്റ് ക്യാരിങ് വയർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലെങ്ത്തും ഒരു സ്പെസിഫിക് ആയ ഏരിയയുള്ള ഒരു കണ്ടക്റ്റിംഗ് വയർ. ഈ കണ്ടക്റ്റിംഗ് വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ഈ കറണ്ട് പാസ് ചെയ്താൽ എക്സസീവായൊരു കറണ്ടാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എക്സസീവ് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നമ്മുടെ ഡിവൈസ് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഡാമേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡാമേജ് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു സേഫ്റ്റി പർപ്പസുകളിലാണ് മെജോറിറ്റി ഓഫ് ദ ഡിവൈസസിലും നമ്മളൊരു സേഫ്റ്റി റെസിസ്റ്റർ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഏതൊരു റെസിസ്റ്റൻസിൻ്റെയും മെയിൻ ഫങ്ഷൻ എന്താണ്? ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജ് കാരിയർ. അതായത് ഒന്നെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് ചാനൽ, അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് വയർ, അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, എന്തോ ആയിക്കോട്ടെ, ആ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യല്ല, ടു റെസിസ്റ്റ്. അതാണ് ഈ പറയുന്ന റെസിസ്റ്റൻസിൻ്റെ മെയിൻ ഫങ്ഷൻ. ഇനി ഇവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റർ പ്രധാനമായിട്ട് ബേസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ലോ ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് ലോ ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത്? ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്പെസിഫിക് ലെങ്ത് ഉള്ള, ഇപ്പോൾ സിമ്പിൾ എൽ എന്ന് വിചാരിക്കുക, ഒരു സ്പെസിഫിക് ലെങ്ത് ഉള്ള ഒരു വയർ, ഈ വയറിൻ്റെ സ്പെസിഫിക്കായ ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. സ്പെസിഫിക്കായ ഒരു ലെങ്ത് ഉള്ള ഒരു സ്പെസിഫിക് ഏരിയയുള്ള ഒരു മെറ്റീരിയൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് സിംപ്ലി ആർ എന്ന് നോട്ട് ചെയ്യുക, ആർ. ഓക്കെ, ഇത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? ഇതിൻ്റെ ലെങ്ത്തിനും അതേപോലെ തന്നെ ഇതിൻ്റെ ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതാണ് ലോ ഓഫ് റെസിസ്റ്റൻസ്. അക്കോർഡിംഗ് ടു ദാറ്റ് ലോ, ദ resistance of a wire or a material
which is directly proportional to the length and inversely proportional to the area. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഉണ്ട്, അതാണ് റോ. റോ സ്റ്റാൻഡ്സ് ഫോർ ദ ഇൻവേഴ്സ് ഓഫ് കോണ്ടക്ടിവിറ്റി. ഇൻവേഴ്സ് ഓഫ് കോണ്ടക്ടിവിറ്റി ഈസ് ആൾസോ കോൾഡ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി. ഓക്കെ, അപ്പം ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാസീവ് കമ്പോണൻറ്റ് പ്രധാനമായിട്ട് ബേസ് ചെയ്യുന്നത്. ദാറ്റ്സ് കോൾഡ് ദ ലോ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ സാധാരണഗതി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് നമുക്കിന്ന് അവൈലബിളാണ്. ചിലത് ലാബോറട്ടറിക്കൽ പർപ്പസുകൾ, അതായത് നമ്മുടെ അക്കാഡമിക് പർപ്പസുകളിലേക്കൊക്കെ നമ്മൾ ചില സർക്യൂട്ടുകളൊക്കെ ചെയ്തു നോക്കാൻ, ചിലത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യും. അപ്പം ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓൾ കൈൻഡ് ഓഫ് റെസിസ്റ്റേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കുക, വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാത്തത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്കതിൻ്റെ വാല്യൂ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അതിൻ്റെ വാല്യൂ വാരി ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് രണ്ട് കാറ്റഗറി ആക്കിയത്. എന്നാലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെസിസ്റ്ററാണ് കാർബൺ കോമ്പസിഷൻ റെസിസ്റ്റർ. എന്താണ് കാർബൺ കോമ്പസിഷൻ റെസിസ്റ്റർ? കാർബൺ കോമ്പസിഷൻ റെസിസ്റ്റർ എന്ന് പറയുമ്പം അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ആദ്യം അതിനൊരു ബോഡി ഉണ്ടാവും. ഈ ബോഡി എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെയും ക്ലേയുടെയും ഡെപ്പോസിഷൻ ആയിരിക്കും. കാർബൺ പ്ലസ് ക്ലേ ഡെപ്പോസിഷൻ. ഇതേപോലെ ഇതിനൊരു ലീഡുകൾ ഉണ്ടാവും. ഈ ലീഡുകൾ എന്ന് പറഞ്ഞാൽ ടിൻഡ് കോപ്പറും ആയിരിക്കും. അപ്പോൾ കാർബണിൻ്റെയും ക്ലേയുടെയും ഡെപ്പോസിഷൻ പ്ലസ് നമ്മുടെ ടിൻഡ് കോപ്പർ ആയിരിക്കും ഈ ലീഡുകൾ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മോർ കോമൺലി യൂസ് ചെയ്യുന്ന റെസിസ്റ്റർ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതേപോലെ ചില ഇതുണ്ടാക്കുന്ന മെറ്റീരിയൽ ഈ മാഗ്നിൻ എന്ന് പറയുന്ന മറ്റൊരു മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കും. അപ്പം മോർ കോമൺലി നമ്മൾ കണ്ടുവരുന്നത് കാർബൺ കോമ്പസിഷനാണ്. ഇനി ഇതാണ് ഫസ്റ്റത്തെ കാറ്റഗറി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഈ പറയുന്ന കാറ്റഗറി നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതായത് ചിലത് ഫിക്സ്ഡ് ആയിരിക്കാം, ചിലത് വാരിയബിൾ ആയിരിക്കാം. ഈ ഫിക്സ്ഡിൽ വരുന്ന ഒന്നാമത്തത് ഞാൻ പറഞ്ഞു കാർബൺ കോമ്പസിഷൻ റെസിസ്റ്റർ ഒന്ന്. രണ്ടാമത്തത് കാർബൺ ഫിലിം റെസിസ്റ്റർ രണ്ടാമത്തത്. മൂന്നാമത്തത് മെറ്റൽ ഫിലിം റെസിസ്റ്റർ മൂന്നാമത്തത്. മെറ്റൽ ഫിലിം റെസിസ്റ്റർ. പിന്നെയുള്ളത് കാർബൺ ഫിലിം റെസിസ്റ്റർ. ഓക്കെ, അപ്പം ഇങ്ങനെ 4 കാറ്റഗറിയാണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പം നമ്മളിപ്പം പറഞ്ഞു ഫിക്സഡിന് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വാരിയബിൾ ആണെങ്കിൽ നമുക്ക് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ വാല്യൂവിൽ ഒരു ചേഞ്ച് വരുത്താൻ നമുക്ക് സാധിക്കുന്നതാണ് ഈ രണ്ടാമത്തെ വാരിയബിൾ എന്ന് പറയുന്നത്. വാരിയബിളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പൊട്ടൻഷ്യോമീറ്ററാണ്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റാൻഡ്, ഇതിൻ്റെ മുകളിൽ ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഉണ്ടാവും. ഈ സ്ലൈഡിങ് കോണ്ടാക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്തിട്ടാണ് പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, അൺനോൺ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അൺനോൺ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷേ അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിമ്പിൾ പോട്ട് എന്ന് പറയും, അതായത് ദാറ്റ് ഈസ് ദിസ് കൈൻഡ് ഓഫ് ടൈപ്പ്. ടോപ്പിൽ കാണുന്നതാണ് സിമ്പിൾ പോട്ട്. നമ്മൾ ലാബുകളിലൊക്കെ യൂസ് ചെയ്യും. അതായത് ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഒരു സ്മോൾ പീരിയഡ് അല്ലെങ്കിൽ സ്മോൾ റേഞ്ചിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ പോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ രണ്ടാമത് കാണുന്നത് റിയോസ്റ്റാറ്റാണ്. അതും ഒരു തരത്തിലുള്ള വാരിയബിൾ ടൈപ്പാണ്. പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടെ ലാർജ് റേഞ്ചിലേക്ക് വാല്യൂവിനെ എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് കം ടു ദ പോയിൻറ്റ്. ഇനി അപ്പം ഇതാണ് 2 ടൈപ്പ്. അപ്പം വാരിയബിൾ ആൻഡ് ഫിക്സ്ഡ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ അവർ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ അവർ ഓപ്പറേറ്റിംഗ് റേഞ്ച്. അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്.
അപ്പം നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് വണ്ണിന് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഒന്ന് കാർബൺ കോമ്പോസിഷൻ വൺ, ഒന്ന് കാർബൺ ഫിലിം, മെറ്റാലിക് ഫിലിം ആൻഡ് ഫൈനലി വയർ ബൗണ്ട്. ഫോർത്ത് വൺ ഈസ് വയർ ബൗണ്ട്. ഓക്കെ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ റെസിസ്റ്റേഴ്സിൻ്റെ കാറ്റഗറി. അപ്പം ഞാൻ ഇതിൽ ആദ്യം പറഞ്ഞു ഇലക്ട്രോണിക് കമ്പോണൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു രണ്ടായിട്ട്, ആക്റ്റീവും പാസീവും. പാസീവിനെ വീണ്ടും നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തു, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. അതായത് ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോയിനെ റെസിസ്റ്റ് ചെയ്യുക, ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജ് കാരിയർ. അതാണ് റെസിസ്റ്റേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, അതായത് എനർജി സ്റ്റോറിങ് ആൻഡ് എനർജി ഡെസിപ്പേറ്റിംഗ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുക. അത് തന്നെയാണ് മെയിനായിട്ട്, ഒപ്പോസ് ചെയ്യല്ല, ബ്ലോക്ക് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഫങ്ഷൻ. അതിൽ രണ്ട് കാറ്റഗറി ഉണ്ട്, ഒന്ന് ഫിക്സ്ഡ് വൺ, ഒന്ന് വാരിയബിൾ വൺ. അപ്പം ഈ ഒരു പാസീവ് കമ്പോണൻറ്റ് ബേസ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ലോ ഓഫ് റെസിസ്റ്റൻസ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് പ്രധാനമായി രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് മെറ്റീരിയലിൻ്റെ ലെങ്ത്ത്, രണ്ട് ആ ഒരു മെറ്റീരിയലിൻ്റെ ഏരിയ. ഈ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു പ്രൊപ്പോർഷൻ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ, അതായത് ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലും ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വരുന്നത് ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. റോ സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അതിനെ തന്നെയാണ് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസിൻ്റെ റിലേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാറ്റഗറി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കപ്പാസിറ്റർ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.